അൺക്ലീൻ തോട്ട്സ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത് അല്ലേ. അശുദ്ധമായ ചിന്തകൾ ജീവിതത്തിലേക്ക് കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ വൈകൃതമാക്കുന്ന സ്വഭാവത്തെ, അത്തരത്തിലുള്ള ആത്മാക്കളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. സ്തോത്രം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ദുഷിച്ച ചിന്തകളെല്ലാം കൊണ്ടിട്ടതിന് ശേഷം ജീവിതത്തെ വികൃതമാക്കി വൈകൃതമാക്കുന്ന ഒരു സാത്താനുണ്ട്, ഒരു സാത്താന്റെ ശക്തിയുണ്ട്, അവരുടെ ഒരു ടീമുണ്ട്, അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അപ്പം അത് നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ മെസ്സേജിന്റെ മുഖ്യ സബ്ജക്റ്റ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ. സ്തോത്രം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന രണ്ടാമത്തത്, അതിന്റെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന നാലാമത്തെ ഭാഗം, സെക്സ് പെർവേർഷൻസ്, ലൈംഗിക വൈകൃതങ്ങൾ. സ്തോത്രം. പാസ്റ്റർ, ഇത് പൊതുസഭയിൽ പറയാൻ പറ്റിയതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ. സ്തോത്രം. കുഞ്ഞുങ്ങളെ പോലും സ്കൂളിൽ ഈ UK രാജ്യത്ത് പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൊട്ടുവിടാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഇത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയേ പറ്റൂ, നിങ്ങൾ കേട്ടേ മനസ്സിലാവോ. കാരണം നമ്മളെക്കാട്ടിലപ്പുറം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ വീണു പോകാൻ പാടില്ല. സ്തോത്രം. അവർ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വ്യക്തമായിട്ട് പഠിച്ചേ മതിയാകത്തുള്ളൂ. ശത്രുവാകുന്ന സാത്താൻ ഈ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ മെസ്സേജ് ഇവിടെ കൊടുക്കുന്നതിന് മുമ്പ് ശത്രു വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മെസ്സേജ് ഞാൻ കൊടുക്കാതെ പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, കർത്താവിന് വേണ്ടിയിട്ട്. ഇതിൽ കൂടെ എനിക്കും രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകളാണ്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും കൂടെ രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 19, 20, 21 വാക്യങ്ങൾ വായിച്ചാട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത് അൺക്ലീൻ തോട്ട്സ് ആയിരുന്നു. അശുദ്ധമായ ചിന്തകളാൽ ജീവിതത്തെ വൈകൃതമാക്കുന്ന സാത്താന്റെ ശക്തികൾ. ഇന്ന് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദൈവമക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ദൈവരാജ്യം അവകാശമാകത്തില്ല. വെറുതെ ആയിരിക്കും 2-3 മണിക്കൂർ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ചെലവഴിച്ചത്. ഇത് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ 3 മണിക്കൂറും കൊണ്ട് നിങ്ങൾ ചുമ്മാ പോയി ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെർ അവർ നിങ്ങൾക്ക് പൈസ കിട്ടും. സ്തോത്രം. എൻ്റെ ഒരു സജഷൻ അതാണ്. ഇത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ആരാധനയ്ക്ക് വന്നാൽ മതി. ഇല്ലെങ്കിൽ ചുമ്മാ വെറുതെ വരേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. പക്ഷെ ട്രൈ ചെയ്യണം പാലിക്കാൻ വേണ്ടി. മാക്സിമത്തിൽ കൂടുതൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് കർത്താവ് കാണുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ട്രൈ ചെയ്യാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരാൻ ആഗ്രഹിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മൾ ആയിത്തീരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതേപോലെ തന്നെ വളരുകയില്ല, തകരുകയില്ല എന്ന് പറയുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയം ലെവലിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നമ്മൾ ആകരുത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ആകരുത്. അങ്ങനെ ആകാനാണെങ്കിൽ ചുമ്മാ ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ്, വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പെർ അവർ 11 പൗണ്ട് 11.5 പൗണ്ടല്ലേ മിനിമം വേജസ് UK കിട്ടും. പോകുന്നതായിരിക്കും നല്ലത്. അതിനെക്കാട്ടിലും ബെറ്റർ അതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പാലിക്കാൻ പറ്റും, ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആരാധനയ്ക്ക് വന്നിരുന്ന് 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. കർത്താവ് നിങ്ങളിലേക്ക് അധികമായി സ്വതന്ത്രം കൃപകൾ പകർന്നു തരും. സ്തോത്രം. ദുഷ്കാമത്തിനു വേണ്ടി അൺക്ലീൻ തോട്ട്സ് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ചിന്തിപ്പിക്കുകയും ചിന്തകളെ വൈകൃതമാക്കി കളയുന്ന പൈശാചിക ശക്തി. സ്തോത്രം. ചിന്തകളെ വൈകൃതമാക്കി കളയുന്ന പൈശാചിക ശക്തി. ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികൾ ജീവിതത്തിലേക്ക് കൊണ്ട് കടന്നു വന്ന് നമ്മളിപ്പോൾ പലപ്പോഴും കാണാറുണ്ട്. ബസ്സിലും പബ്ലിക് പ്ലേസിലും ഒക്കെ കിടന്ന് സ്തോത്രം ഇരുന്ന് അറപ്പുളവാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പേപ്പറിലും മീഡിയാസിലും ഒക്കെയും ന്യൂസ് വരുന്ന പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. കണ്ടിട്ടില്ലേ? ഞാനെല്ലാം അത്ര ആഴമേറിയ ഡീപ്പായിട്ട് നിങ്ങളോട് പറയുന്നില്ല. കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്, തൊട്ടുപോവുകയാണ്. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവിതത്തെ വൈകൃതമാക്കുന്ന സ്പിരിറ്റ് ജീവിതത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യ ജന്മത്തെ നശിപ്പിച്ചു കളയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇത് ജാതികളിൽ നാം കാണുന്നത് പോലെ തന്നെ ദൈവമക്കളുടെ ഇടയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവമക്കളുടെ ഇടയ്ക്കകത്ത് പോലും ജീവിതത്തിനകത്തേക്ക് ദുഷ്കാമത്തിന്റെ ചിന്തകൾ കൊണ്ടിട്ട്, അൺക്ലീൻ തോട്ട്സ് കൊണ്ടിട്ട് ജീവിതത്തെ വൈകൃതമാക്കി കളയുന്ന പൈശാചിക ശക്തികൾ. ഒന്ന് നാം ആദ്യം മനസ്സിലാക്കണം, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. എന്തുവാ? ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അവന്റെ ടാർഗറ്റ് ദൈവത്തിന്റെ മന്ദിരമായി ഈ ശരീരത്തെ ദുഷ്കാമം, വെറിക്കൂത്ത്, മറ്റു അന്യായ ദുഷ്ടചിന്തകൾ കൊണ്ടിട്ട് നശിപ്പിച്ച് വികൃതമാക്കി കളയുക എന്നുള്ളതാണ് സാത്താന്റെ അജണ്ട.
എന്നാൽ ഇതിൽ നിന്നും നാം തിരിച്ചു അറിഞ്ഞു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പിശാചിന്റെ തന്ത്രങ്ങളോടെ എതിർത്ത് നിൽക്കുവേൻ. ഹല്ലേലൂയ. ഈ തന്ത്രങ്ങൾ ആർക്കും അറിയത്തില്ലെന്നേ, ഇത് അറിയണം. ഇതാണ് തന്ത്രങ്ങൾ. ഇവൻ ഈ ബോഡിയെ, യേശുവിന്റെ ശരീരത്തെ, അവൻ ക്രിസ്തുവിന്റെ മന്ദിരത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഡ്യൂട്ടി. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അത് മലിനമാക്കുക എന്നുള്ളതാണ് അവന്റെ പ്രഥമ ഡ്യൂട്ടി എന്ന് തന്നെ പറയുന്നത്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം വേഗത്തിൽ വായിച്ച്. എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. മുമ്പേ വായിച്ചത് എന്തുവാ? ദൈവരാജ്യം അവകാശമാക്കില്ല. ഒരു ലിസ്റ്റ് നിരത്തിയില്ലേ മുമ്പേ? ഗലാത്യർ ലേഖനത്തിൽ ഒരു ലിസ്റ്റ് നിരത്തിയിട്ട് അവസാനം എന്താ പറഞ്ഞത്? ഇവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിലും അതേ ലിസ്റ്റിനെ തന്നെ വീണ്ടും നിരത്തിയിട്ട് പറയുകയാണ്, ഇവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. സ്തോത്രം. ഒരു ദൈവ പൈതലും ഇത്തരത്തിലുള്ള മാർഗത്തിലേക്ക് ചിന്തയെ തിരിക്കരുത്. തിരിച്ചു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിട്ടും തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇത് വ്യക്തമായ കാര്യമാണ്, വചനത്തിൽ കൂടി പറയുന്നത്. അല്ലാതെ മിൻസൺ പാസ്റ്റർ ആമേൻ സ്തോത്രം പ്രത്യേകം ഒരു വെളിച്ചം ഭൂമി സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ആ വെളിച്ചത്തിൽ എഴുതിക്കൊണ്ടുവരുന്ന സംഭവമല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ റെഫറൻസ് എടുത്താൽ ഞാനിത് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ആമേൻ. അവിടെ പറയുകയാണ്, വ്യഭിചാരം ചെയ്യാനുള്ള ആസക്തി ആമേൻ സാത്താന്റേതാക്കി മാറ്റുകയാണ്. സ്തോത്രം. ആമേൻ. വ്യഭിചാരം ചെയ്യുമ്പോൾ ഈ ശരീരം പിന്നെ സാത്താന്റേതായി മാറുകയാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തെ അൺക്ലീൻ തോട്ട്സ് കൊണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ചിന്തകളെ കൊണ്ടിട്ട് ആ ചിന്തകളിൽ ഇങ്ങനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചുറ്റിപ്പിച്ച് കുരുക്കിക്കളഞ്ഞ് അതിനകത്ത് കൊണ്ടിട്ട് വ്യഭിചാരം ചെയ്യിപ്പിച്ച് ഈ ശരീരത്തെ സാത്താന്റെ ശരീരമാക്കി മാറ്റുന്ന പ്രക്രിയ. ഹല്ലേലൂയ. സ്തോത്രം. 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 മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് ആമേൻ സ്തോത്രം സ്വയംഭോഗം ചെയ്യാനുള്ള ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ശരീരത്തെ, മറ്റു ജഡത്തെ മനസ്സുകൊണ്ട് സ്വയം ഭോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആസക്തി ആമേൻ സ്തോത്രം ജനങ്ങളുടെ, ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ അൺക്ലീൻ തോട്ട്സ് കൊണ്ടിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അവന്റെ അവകാശിയാക്കി മാറ്റുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് തിരിച്ചു വരാത്തിടത്തോളം കാലം മനസ്സിലാക്കണം, ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നു, ഇവർ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, 3 മണിക്കൂർ ഇവിടെ ഇരുന്ന് സമയം കളയുന്നുണ്ടെങ്കിൽ ഇത് പാലിച്ചു പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം ആമൻ ക്രിസ്തീയ ജീവിതം പട്ടുമത്തയല്ല എന്ന് പറയുമ്പോൾ ഞാൻ അത്രയ്ക്ക് വിചാരിച്ചില്ല, ഇത്രയ്ക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ക്രിസ്തീയ ജീവിതം എന്ന്. പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം പട്ടുമത്തയും പട്ടൊന്നും മുഴുവൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതം ആമൻ സ്തോത്രം കഷ്ടതയുടെയും ആമൻ ബുദ്ധിമുട്ടിന്റെയും ആമൻ സ്തോത്രം കുറച്ച് നിർബന്ധങ്ങളും സ്ട്രിക്റ്റും വേർപാടുമുള്ളതുമാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതില്ലാതെ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്റെ പേര് അവൻ വേർപെട്ടവൻ എന്നാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, ക്രിസ്ത്യാനി എന്ന് ആദിമ കാലഘട്ടത്തിൽ യഹൂദന്മാര് വേർപെട്ട പെന്തക്കോസ്ത് നാളിൽ വേർപെട്ട് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പള്ളി ഉപേക്ഷിച്ചു. മറ്റു കാര്യങ്ങളൊന്നുമില്ല, പള്ളി ഉപേക്ഷിച്ചു, പെരുന്നാൾ ഉപേക്ഷിച്ചു, സകലതും ഉപേക്ഷിച്ചിട്ട് പൊതുവക എല്ലാം സ്വതന്ത്രം വിറ്റ് ദൈവസന്നിധിയിൽ വന്നിരുന്ന ദൈവത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കിയിട്ട് യഹൂദന്മാർ വിളിച്ച സ്തോത്രം ചെല്ലപ്പേരാണ് ക്രിസ്ത്യാനി, കുറ്റപ്പേരാണ് ക്രിസ്ത്യാനി. മനസ്സിലാകുന്ന മറുപേരാണ് ക്രിസ്ത്യാനി. ആമേൻ സ്തോത്രം. എന്നാൽ ക്രിസ്ത്യാനി എന്ന പേരിനപ്പുറമായിട്ട് മറ്റൊരു പേര് നമ്മളിലേക്ക് വിളിക്കപ്പെടണം. എന്താണെന്നറിയാമോ? അതിൽ നിന്നും വേർപെട്ടവൻ. ഹല്ലേലൂയ. വേർപെട്ട ക്രിസ്ത്യാനി എന്ന പേരിലേക്ക് നാം കടന്നു വരണം. വെറും ക്രിസ്ത്യാനി അല്ല, വേർപെട്ട ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് പറഞ്ഞത് അവര് ന്യൂനപക്ഷമേ ഉണ്ടാകത്തുള്ളൂ. ആ ന്യൂനപക്ഷമാണ് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ. ഹല്ലേലൂയ. ഈ ന്യൂനപക്ഷത്തിനകത്തേക്ക് സാത്താൻ ഇടിച്ചു കയറി യുവതലമുറകൾക്കകത്തേക്ക് ഇത്തരത്തിലുള്ള അൺക്ലീൻ തോട്ട്സിനെ ഇൻജെക്ട് ചെയ്തിട്ട് അവരുടെ നിത്യതയെ നശിപ്പിക്കുന്ന, അവരുടെ നിത്യ രാജ്യത്തെ നശിപ്പിച്ചു കളയുന്ന, അവരുടെ മന്ദിരത്തെ നശിപ്പിച്ചു കളയുന്ന, സാത്താന്റെ അവകാശം പറയുന്ന തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന പ്രക്രിയ. സ്തോത്രം. ഈ തന്ത്രങ്ങൾ നാം അറിഞ്ഞിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്
പുരുഷകാമികളാകുന്ന സ്വഭാവങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്ത്രീയോടും പുരുഷനോടും. ഹല്ലേലൂയ. ഈ രാജ്യം തന്നെ അതിനുവേണ്ടി ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. എന്തിനു പറയുന്നു? അത്തരത്തിലുള്ള ജീവിത ശൈലി പിശാചി ഈ ശരീരത്തെ എടുത്തു മാറ്റി അതിനെ ഹല്ലേലൂയ ട്രാൻസ്ഫോം ചെയ്ത് നശിപ്പിച്ചു കളയുന്ന ഒരു തലത്തിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. നുഴഞ്ഞു കയറുന്ന സാത്താന്റെ തന്ത്രങ്ങളെ ഈ നാളുകളിൽ തിരിച്ചറിഞ്ഞ് ദൈവജനം തീരുമാനങ്ങൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നിത്യത നിങ്ങൾക്ക് കൈവിട്ടു പോകും പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ, സ്തോത്രം, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നത് ഒരുവൻ മാത്രമാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമക്കളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇപ്പൊ കണ്ടില്ലേ, സിനിമാ ലോകം മൊത്തം ഹല്ലേലൂയ, അവൻ മാന്യന്മാരായിരുന്ന പകൽ മാന്യന്മാരെല്ലാവരും സ്തോത്രം പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്തോത്രം ഈ ജനങ്ങൾക്ക് മുമ്പിൽ നല്ലൊരു പിക്ചർ ഉണ്ടായിരുന്ന, നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നവരുടെ ജീവിതത്തിലേക്ക് ആരും അറിയാതെ സാത്താൻ നുഴഞ്ഞു കയറിയതിന്റെ റിസൾട്ടാണ് ഇപ്പൊ പബ്ലിക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇത് തന്നെ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയാറുണ്ട്. ഇത് കേട്ടപ്പോൾ പറയുന്നതല്ല, മുന്നമേ ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. സാത്താൻ രഹസ്യത്തിൽ പാപം ചെയ്യാൻ തുടങ്ങിപ്പിച്ചിട്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്നത് പബ്ലിക്കിലാ. സ്തോത്രം. ഹല്ലേലൂയ. അതാ ഇപ്പം മീഡിയാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. രഹസ്യത്തിൽ ചെയ്ത പല പാപങ്ങളും ഇപ്പം പരസ്യമായി നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇത് സിനിമാ ലോകത്ത് മാത്രമല്ല, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലും എന്തിനു പറയുന്നു, ദൈവ മക്കളുടെ ഇടയിൽ പോലും ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും ആമേൻ, സ്തോത്രം, അത്ഭുതം എന്ന രീതിയിൽ കാർന്നു തിന്നുന്ന പൈശാചിക ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകളുടെ മേൽ വാഴാതിരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വാഴാതിരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ മേൽ അവനെ കൺട്രോൾ കൊടുക്കരുത്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ മൈൻഡിനെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ക്യാപ്ചർ ചെയ്ത് ആമേൻ, സ്തോത്രം, അവന്റേതാക്കി മാറ്റുന്ന, അവന്റെ അജണ്ട മനസ്സിലാക്കി സാത്താന്റെ തന്ത്രങ്ങളോട് ഈ നാളുകളിൽ എതിർത്ത് നിൽക്കുവാൻ ദൈവജനം ആമേൻ, സ്തോത്രം, മിടുക്ക് കാണിക്കണം, തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. എന്തിനു പറയുന്നു? കൊരിന്ത്യ സഭയ്ക്കകത്ത് പറയുന്നുണ്ട്, അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന കാര്യം പറയുന്നുണ്ട്. പാസ്റ്റർ, ഇത്ര പബ്ലിക്കായിട്ട് പറയരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യം തന്നെ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പബ്ലിക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞ രണ്ടാനമ്മയുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ആമേൻ, സ്തോത്രം, വിശ്വാസി കൊരിന്ത്യ സഭയ്ക്കകത്തുണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ആമേൻ. സാത്താൻ രഹസ്യമായിട്ട് അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. ആ സഭയിൽ ഒരു വ്യക്തികളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രഹസ്യമായി പാപം അറിയിച്ചിട്ട് പരസ്യമായി ആ സഭയിൽ ആദ്യം അറിയിപ്പിച്ചു. ആ സഭ അറിഞ്ഞു, പിന്നെ ലോകം മൊത്തമുള്ള സഭ അറിഞ്ഞു, ഇപ്പൊ നമ്മുടെ സഭ അറിഞ്ഞു. ഹല്ലേലൂയ. കൊരിന്ത്യ സഭയിലെ ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം, ആ വിശ്വാസിയുടെ തനി സ്വഭാവം നമ്മളും അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആമേൻ, ആരാധിക്കുന്നതിന് ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ഹല്ലേലൂയ, ഉപവാസമുണ്ട്, ആമേൻ, സ്തോത്രം, അപ്പമുണ്ട്, അപ്പം നുറുക്കുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കർത്തൃമേശയുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ പോലും സാത്താന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന, സാത്താന്റെ ചിന്തകൾ ഹൃദയത്തിനകത്തിട്ട് അവൻ തലോടിക്കൊണ്ട് നടക്കുന്ന പൈശാചിക ശാഖതികൾ അവൻ, സ്തോത്രം, സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി, അവൻ, സ്തോത്രം, ശുശ്രൂഷകൻ അറിയാതെ, ദൈവമക്കൾ അറിയാതെ, കരയുന്ന മാതാപിതാക്കൾ അറിയാതെ അവരുടെ തലമുറകളെ കൊത്തിക്കൊണ്ടു പോകുന്ന, അവൻ, സ്തോത്രം, കഴുകനെ പോലെ റാഞ്ചിക്കൊണ്ട് പോയി തിന്നുകളയുന്ന, മുടിപ്പിച്ചു കളയുന്ന പൈശാചിക ശക്തികളോട് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒരുമിച്ച് ജയമെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇത്തരത്തിലുള്ള പല വൈകൃതങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. ഇത്തരത്തിലുള്ള പല ദുശീലങ്ങൾ, സ്വഭാവത്തെ വൈകൃതമാക്കുന്ന ദുശീലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടിട്ട് തരുന്ന സ്പിരിറ്റാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആമേൻ സ്പിരിറ്റ്. ജീവിതത്തെ വൈകൃതമാക്കുന്ന സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ സ്പിരിറ്റിന്റെ തന്ത്രങ്ങൾ ഈ നാളുകളിൽ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽക്കാലം തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമാണ്. ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ സഭയ്ക്കകത്ത് ആദ്യം ഞാൻ ശുശ്രൂഷിച്ചതിന് ശേഷമാണ് ഇത് മറ്റൊരു സ്ഥലത്ത് കൊടുക്കാൻ ദൈവം അനുവദിക്കുവാണെങ്കിൽ കൊടുക്കത്തുള്ളൂ. കാരണം എൻ്റെ സഭയിലുള്ളവരെ നേടേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെയുള്ളവരെ അഴിച്ചു വിട്ടേച്ച് നാട്ടിലുള്ളവരെ നന്നാക്കാൻ നടക്കുന്ന ഒരു പാസ്റ്റർ അല്ല ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ആദ്യം ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുക, ഇന്ന് നിങ്ങൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ആകുന്ന മെസ്സേജാ. അതുകൊണ്ട് ഞാൻ പറയുക, ഈ മെസ്സേജ് കേൾക്കുന്ന പലരും ഒരുപക്ഷെ തീരുമാനങ്ങൾ എടുത്തെന്നിരിക്കാം. അപ്പോഴും ദൈവസഭ തീരുമാനം എടുക്കാതിരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ജീവിതത്തെ വൈകൃതമാക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളോട് ഈ നാളുകളിൽ എതിർത്ത് നിൽക്കുവേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ 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 ആമേൻ. യൂദ 1-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. സ്തോത്രം. അവരുടെയും നിത്യത നഷ്ടപ്പെട്ടു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ മുമ്പേ വായിച്ച 3 വാക്യത്തിനകത്തും ഇതെല്ലാം ചെയ്യുന്നവർക്ക് നിത്യരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല, സ്വർഗരാജ്യത്തിൽ എത്തത്തില്ലെന്ന് പറഞ്ഞു. യൂദായിക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ഇത്തരത്തിൽ അന്യജഡം എന്ന് പറഞ്ഞ അന്യ ശരീരത്തെ മോഹിച്ച വ്യക്തി ജീവിതങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു, അവർ നിത്യാഗ്നിയിലേക്ക് കടന്നുപോയി. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാ, അന്യജഡം മോഹിക്കുന്ന രീതിയിൽ സ്വഭാവത്തെ വികൃതമാക്കുന്ന ആത്മാവ്. ആമേൻ. വചനം പറയുന്നു, ആമേൻ, യൗവനക്കാര നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുവേൻ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, യൗവനക്കാര നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുവേൻ. യൗവനത്തിലെ ഭാര്യയ്ക്ക് അപ്പുറമായി മറ്റൊരു അവൻ ശരീരത്തെ മോഹിപ്പിക്കുന്ന പൈശാചിക സ്പിരിറ്റ്, അവൻ പൈശാചിക സ്പിരിറ്റ്. ശ്രദ്ധിക്കണം, അൺക്ലീൻ തോട്ട്സ് ഇട്ട് അവൻ സ്വതന്ത്രം മോഹം ജനിപ്പിക്കുന്ന പൈശാചിക സ്പിരിറ്റ്. വചനം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത മരണത്തെ പെറുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആമേൻ, സ്തോത്രം, മോഹം ജനിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പാപത്തെ പ്രസവിക്കും. പാപം മുഴുത്ത് അത് മരണത്തെ പെറും. നിന്റെ ജീവിതത്തിന്റെ നിത്യത നഷ്ടപ്പെട്ട നിത്യനാശത്തിലേക്ക് മാറ്റപ്പെട്ടു പോകും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന്റെ സ്വരൂപത്തെ വികൃതമാക്കുന്ന സ്പിരിറ്റിന് ഈ നാളുകളെ തിരിച്ചറിഞ്ഞ് ജയം പ്രാപിക്കുവാൻ ദൈവജനം മടി കാണിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്തോത്രം. പുരുഷന്മാരോട് അന്യജഡത്തെ അന്യ ശരീരത്തെ മോഹം തോന്നിപ്പിക്കുന്ന അന്യ പുരുഷന്മാരോട് അന്യ സ്ത്രീകളോട് ആമേൻ, സ്തോത്രം, അങ്ങനെ ജീവിതത്തെ വൈകൃതമാക്കിപ്പിച്ചു കളയുന്ന പൈശാചിക സ്പിരിറ്റ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവിടെ ഇവിടെയായിട്ട് പിശാച് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടക്കം വിട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ബോധം വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം അതിനെ അമർച്ച ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇന്ന് ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അതിനെ അടിച്ചമർച്ച ചെയ്യുവാൻ തയ്യാറാകണം പ്രിയപ്പെട്ടവര്. കാരണം ഇത് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. ഇത് നമുക്ക് കാണുമ്പോൾ നോർമൽ ഒരു 50 കിലോ 55 കിലോ 40 കിലോ 30 കിലോ തൂക്കമുള്ള നീളമുള്ള ഒരു ശരീരമായിട്ട് തോന്നുന്നെങ്കിലും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നോ നെവർ, ഇത് വെറും ഒരു കളിപ്പാട്ടമല്ല, ഇത് ദൈവത്തിന്റെ വാല്യൂ ആയിട്ടുള്ള ഒരു ശരീരമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. സ്തോത്രം 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 സ്തോത്രം. ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ ശത്രു മാക്സിമം സപ്പോർട്ട് ചെയ്യും പ്രിയപ്പെട്ടവരെ. മാക്സിമം വർക്ക് ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ആണ് സ്തോത്രം പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, എനിക്ക് എത്ര കല്യാണാലോചന വന്നാന്ന് അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. കെട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ എത്തിയേനെ, വേറെ രീതിയിൽ എത്തിയേനെ. ആമേൻ. സ്തോത്രം എന്നൊക്കെ പറയും. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് എത്ര പെണ്ണുങ്ങൾ മുമ്പേ പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നിന്നെ കെട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിടി എന്ന് പറയുമായിരിക്കും. തക്ക തുണയെ ദൈവം തന്നിട്ടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നിനെ ദൈവം തന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്നെ കെട്ടിയത് കൊണ്ടാടി, അച്ഛാ നിങ്ങളെ കെട്ടിയത് കൊണ്ടാ, ഒന്നും പറയണ്ട, എന്റെ കഷ്ടകാലം അന്ന് തുടങ്ങിയതാ എന്നൊക്കെ പറയും. ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ കല്യാണം ആലോചിച്ചു വന്ന പലരെയും മനസ്സിൽ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എല്ലാ അൺക്ലീൻ തോട്ട്സുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. 1 രാജാക്കന്മാർ 14-ാം അധ്യായം അതിന്റെ 22, 24, 23, 24 വാക്യം വായിച്ചു. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 14 വേഴ്സ് 22 പ്ലീസ്. എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിന് കീഴിലൊക്കെയും പൂജാഗിരികളും അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി പുരുഷമൈഥുനക്കാരും ദേശത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പുരുഷ വ്യഭിചാരികൾ ദേശത്തുണ്ടായിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം, ദൈവം എന്ത് അരുതെന്ന് കൽപ്പിച്ചോ അതിനെ അകത്തുകൊണ്ട് വന്നു. സ്തോത്രം. പുരുഷ മൈഥുനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ വ്യഭിചാരികൾ. ആമേൻ. സ്തോത്രം.
ആമേൻ. അത്തരത്തിലുള്ള വ്യക്തി ജീവിതങ്ങളെ സഭയ്ക്കകത്ത്, പള്ളിക്കകത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. ആമേൻ. പൂജാഗിരികൾ, വിഗ്രഹാരാധനകൾ, ആമേൻ, എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ തിരിച്ചു കൊണ്ടുവന്ന് പള്ളിക്കകത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പുരുഷ മൈഥുനക്കാരുടെ വ്യഭിചാരത്തെ വിശുദ്ധ വ്യഭിചാരം എന്ന് പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. ഇത് ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ ചെയ്യുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കന്മാർ ചെയ്തതിനപ്പുറമായിട്ട് പാപത്തെ ചെയ്യുന്ന ഒരു തലമുറയായി മാറി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അത്തരത്തിലുള്ള പല പാപങ്ങളും അവൻ അംഗീകരിപ്പിക്കപ്പെടുന്ന നീതിയായി തോന്നിപ്പിക്കുന്ന തലത്തിൽ പിശാച് അതിനെ വികൃതമാക്കി മാറ്റി. ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരത്തെ വിശുദ്ധ വ്യഭിചാരം എന്ന് പഠിപ്പിച്ചു. സ്തോത്രം. എന്നിട്ട് അവൻ യഹൂദ പള്ളിക്കകത്തേക്ക് തള്ളിക്കയറ്റി. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുന്ന നീതിയായി തോന്നിപ്പിക്കുന്ന തലത്തിൽ പിശാച് അതിനെ വൈകൃതമാക്കി സഭയ്ക്കകത്തോട്ട് കയറ്റി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അത് ആചരിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി. അത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയാൻ തുടങ്ങി. സ്തോത്രം. ആമേൻ. ഞാൻ നിന്നെ ശിക്ഷിക്കാതെ ഒരു നാളും വിടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. കാരണം ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും അവൻ പലപ്പോഴും നിനക്ക് വിട്ടുവീഴ്ച നൽകി തന്നിട്ടും ഇപ്പോഴും നീ അത് വലിച്ചു സഭയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാ. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. എന്തൊക്കെ വേണ്ടെന്ന് വെച്ചോ, ആമേൻ. സ്തോത്രം. വിഗ്രഹാരാധന വേണ്ടെന്ന് വെക്കാൻ ദൈവം പറഞ്ഞു. അതിനെ പിടിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുവന്നു. സ്തോത്രം. ആമേൻ. പൂജാഗിരികൾ വെക്കരുതെന്ന് പറഞ്ഞു. അതിനെ പിടിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെ ജാതികൾ ചെയ്യുന്നു അതെല്ലാം ദൈവം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ഉപേക്ഷിച്ച ഒരു പിതാക്കന്മാരുടെ തലമുറകൾ, പിതാക്കന്മാരുടെ കാലശേഷം അതിനെ എല്ലാം വീണ്ടും പള്ളിക്കകത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയാ. തിരിച്ചു കൊണ്ടുവരുന്ന ജനത്തെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ. ആമേൻ. സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാളും ശിക്ഷിക്കാതെ വിടത്തില്ല. ഹല്ലേലൂയ. കാരണം ഒന്ന് മനസ്സിലാക്കണം, പുതിയ നിയമ വിശ്വാസിയുടെ ശിക്ഷ ഭൂമിയിലല്ല, അത് നിത്യതയിലാണ്. ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവം എന്ന് ഞാൻ അങ്ങനെ ആമേൻ തർപ്പിച്ച് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല. നിങ്ങളുടെ മരണം വരെയും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സ്നേഹം അവൻ തരുന്നുണ്ട്. ഹല്ലേലൂയ. മരണം വരെ ഈ ഭൂമിയിൽ നിന്ന് 6 അടി മണ്ണിൽ നീ ഒതുങ്ങിച്ചേരുന്ന സമയം വരെയും നിനക്ക് നിന്റെ തെറ്റ് തിരുത്താനുള്ള സ്നേഹവും ക്ഷമയും കരുണാസമ്പന്നനായ ദൈവം നിന്റെ മേൽ തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് യേശുവിന്റെ സ്നേഹം. അഗാപേ. ആമേൻ. അതിരുകളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഹല്ലേലൂയ. റബലബലബ ശബനാരഗന ഹംതനേരഗനഗസിയാരഗനഗനഗ ഉടബലബ ശരാദഗനഗനഗനഗസിയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചേ. ഇസ്രായേൽ പുരുഷന്മാരിൽ പുത്രന്മാരിൽ പുരുഷ മൈഥുനക്കാർ എന്ന് പറഞ്ഞ പുരുഷ വ്യഭിചാരികൾ ഉണ്ടാകരുത്. ദൈവത്തിന്റെ കൽപ്പനയാ. അടുത്തത് വേശ്യയുടെ കൂലിയും നായയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ മൈഥുനക്കാരെയാണ് അവിടെ ഉപമിക്കുന്നത്. നായയുടെ വില എന്ന് പറയുന്നത് നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായി കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇത്തരത്തിലുള്ള സെക്സ് വർക്കേഴ്സിന്റെ, അവൻ തൊഴിൽ ചെയ്യുന്നവരുടെ കൂലി സ്തോത്രകാഴ്ച പാത്രത്തിൽ ഇട്ടുപോകരുത്, വാങ്ങിച്ചു പോകരുതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നേർച്ചയായി പള്ളിക്കകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഉളുപ്പമില്ലാതെ വാങ്ങുന്ന പുരോഹിതന്മാരായി തീരരുത് ശുശ്രൂഷകന്മാരെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവർ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നേർച്ച കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരും അത്തരത്തിലുള്ള നേർച്ച വാങ്ങിക്കുന്നവരും അവിടെ ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം. സ്തോത്രം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ദൈവത്തിന് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്തോത്രം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യം ദൈവത്തിനില്ലല്ലോ. ഹല്ലേലൂയ. ഇത് പാരമ്പര്യമായി കടന്നു വന്നത് കൊണ്ടാണ് കൊരിന്ത്യ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു മോശ സംഭവം നടന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അത് ആരും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ എല്ലാ ആഴ്ചയും സ്തോത്രാഴ്ച ഇടുന്നുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയാ. സ്തോത്രം. ദൈവം വെറുക്കുന്ന കാര്യത്തിൽ അവൻ സ്തോത്രം ഒരു കോംപ്രമൈസിന് തയ്യാറാകരുത്. ദൈവം വെറുക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാകരുത്. പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ആരാധനയെ വൈകൃതമാക്കുന്ന സ്പിരിറ്റ്, അതായത് ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ ഒരു പുരുഷ മൈഥുനനും ഒരു സ്ത്രീ വ്യഭിചാരിയും വന്നിരുന്ന് അവളുടെ തൊഴിൽ ഉപേക്ഷിക്കാതെ അതേ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന് ആരാധിക്കുകയും
നേർച്ച കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുന്നു എന്ന പേരിൽ പറഞ്ഞ് അവൻ സ്വതന്ത്രം പാസ്റ്റർ ആണെങ്കിൽ പുരോഹിതനാണെങ്കിൽ അതിൽ സമ്മതിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആരാധനയെ വികലമാക്കുന്ന, ആരാധനയെ വൈകൃതമാക്കുന്ന സാത്താന്റെ ശക്തികൾ, അവൻ ദുഷ്ടന്റെ സ്പിരിറ്റുകൾ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അവൻ ലോകത്തെ എല്ലായിടങ്ങളിലും സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറി അവൻ സ്വതന്ത്രം ഹല്ലേലൂയ വിശ്വസിക്കുന്ന നീതി എന്ന് തോന്നിപ്പിക്കുന്ന അനീതികളെ സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറ്റി എടുത്തുവിടുന്ന പൈശാചിക സ്പിരിറ്റുകളോട് എതിർത്തു നിൽക്കുവാൻ ചങ്കുറ്റം പ്രിയ ദൈവമക്കൾ കാണിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്നും അത് തന്നെയല്ല സംഭവിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. എനിക്കിത് പറയുന്നത് കൊണ്ട് യാതൊരു നാണക്കേടുമില്ല. ഞാൻ ഉറച്ചു വീണ്ടും പറയുകയാണ്. സ്തോത്രം ആമേൻ ഹല്ലേലൂയ. ആമേൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആമേൻ രാജ്യത്തിന്റെ മുമ്പിൽ അറിയപ്പെടുന്ന പോപ്പ് പോലും സുവർഗ വിവാഹത്തെ അംഗീകരിക്കുന്നതായിട്ടാണ് സ്തോത്രം ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറുകളിൽ അടിച്ചു വന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അത് ഇപ്പോ ആമേൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. വേണോ വേണ്ടത്? എന്തിനാ വേണോ വേണ്ടെന്നുള്ള ഡിസ്കഷൻ? എന്തിനാ വേണോ വേണ്ടെന്നുള്ള ഡിസ്കഷൻ? സ്വവർഗ വിവാഹത്തെ പോപ്പ് അംഗീകരിച്ചോ അംഗീകരിച്ചില്ലയോ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ വേണോ വേണ്ടേ എന്നുള്ള ഡിസ്കഷൻ എന്തിനാ? വേണ്ടെന്നല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്. വേണ്ടെന്ന് വചനം പറയുമ്പോൾ വേണോ വേണ്ടേ എന്നുള്ള ഡിസ്കഷൻ അതിനകത്ത് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോലും സാത്താൻ അകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് അധികാരികളെ മനസ്സ് മാറ്റി പിടിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സഭയ്ക്കകത്തേക്ക് ദൈവം ആഗ്രഹിക്കാത്ത പലതിനെയും വലിച്ചു കൊണ്ടുവന്ന് അവൻ സഭയ്ക്കകത്ത് പോലും അവൻ സ്തോത്രം താണ്ഡവ നൃത്തം ചെയ്യുന്ന പൈശാചിക ശക്തികള് ഈ നാടുകളിൽ ആത്മനിയോഗത്തിൽ ആത്മക്കണ്ണിൽ ദൈവമക്കൾ കണ്ട് തിരിച്ചറിഞ്ഞ് അതിനു നേരെ പോരാടുവാൻ അവൻ സ്തോത്രം ചങ്കുറ്റം കാണിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ ചുമ്മാ ചത്ത ചളഞ്ഞെന്ന് പറഞ്ഞ് അവൻ ആളുകൾ തവള പാണ്ടികളുടെ മുമ്പിൽ തവള ഇരിക്കുന്ന പോലെ ഇരിക്കരുത്. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. പാസ്റ്റർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. സകല വിശ്വാസികൾക്കും സകല ദൈവമക്കൾക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവിൽ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറഞ്ഞു തുള്ളണം പ്രിയപ്പെട്ടവരെ. എവിടെയെങ്കിലും നിനക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അപ്പാ നീ എന്നോട് ക്ഷമിക്കണമേ ഒന്ന് നെടുപാട് വീണിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്റെ കണ്ണുനീരിന്റെ മറുവിലയായി അവൻ നിന്നോട് പറയും അവൻ സ്തോത്രം എത്ര വലിയ കടും പാപവും അവൻ ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തം കൊണ്ട് നിന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കകത്ത് ആഴി വീശുകയാണ്. ഓ ജീസസ്. മറ്റു മതഗ്രന്ഥങ്ങളിൽ എത്ര വേണമെങ്കിലും ഭോഗിക്കാമെന്ന് പഠിപ്പിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ 6 വയസ്സായാലും കുഴപ്പമില്ല, ചൈൽഡ് അബ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല, ആമേൻ സ്തോത്രം നിങ്ങൾക്ക് ശരീരമുണ്ടെങ്കിൽ ഭോഗിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റു മതഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലുള്ളപ്പോൾ, മതഗ്രന്ഥം ഏതാണെന്ന് ഞാൻ പുറത്ത് പറയുന്നില്ല, പറയാൻ പേടിച്ചിട്ടല്ല, പറയാൻ എനിക്ക് ചങ്കുറ്റമുണ്ട്. പക്ഷെ ഈ മെസ്സേജിൽ സഭയ്ക്കകത്ത് അത് പറയേണ്ടത് ഞാൻ തോന്നുന്നു. ഹല്ലേലൂയ. പബ്ലിക് പ്ലേസിൽ പറയാൻ പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ ആ മതഗ്രന്ഥം ഏതാണെന്നും അതിനകത്ത് സകല മിസ്റ്റേക്കും പറയാൻ ഇന്നെനിക്ക് ചങ്കുറ്റം. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. അത്തരത്തിലുള്ള പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ആമേൻ സ്തോത്രം ആമേൻ അതിനെ എതിരായി നിൽക്കുകയാണ്. സാത്താൻ അവന്റെ ഇരിപ്പിടം ജനത്തിന്റെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കുമ്പോൾ, സാത്താൻ അവന്റെ സിംഹാസനം ജനത്തിന്റെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ആമേൻ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലവർക്കും അവന്റെ തക്ക പ്രതിഫലം കൊടുക്കുവാൻ ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ സ്തോത്രം. ആകാശമേഘത്തെ തേരാക്കി തന്നെ തിരുസഭയെ ചേർക്കാം. യേശു കർത്താവ് വീണ്ടും വരുന്നൊരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്തോത്രം. അതുവരെ ഉള്ളൂ ഇവിടുത്തെ എല്ലാ പ്രഹസനങ്ങളും. സ്തോത്രം. കർത്താവിന്റെ വരവോടെ തീരാൻ പോകുന്ന നശിക്കാൻ പോകുന്ന ഈ ഭൂമിക്ക് വേണ്ടിയുള്ള വെട്ടിപ്പിടിക്കലും നടക്കലും ഓട്ടമൊക്കെ അതുവരെ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മാനസാന്തരപ്പെടാൻ പറ്റിയ സമയമാ ഇതാ സുപ്രസാദ കാലം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 2 തിമോത്തി 2-ാം അധ്യായം 22-ാമത്തെ വേഗത്തിൽ വായിച്ചിട്ട് 2 തിമോത്തി 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് തന്നെ യൗവന മോഹങ്ങളെ വിട്ടോടണം. വേറെ ആരും അതിനെ സ്തോത്രം വിട്ടോടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ വിട്ടോടേണ്ടത് ആരുടെ ചുമതലയാണ്? സ്തോത്രം നമ്മുടെ ചുമതലയാണ്.
നമ്മൾ വിട്ട് ഓടാത്തിടത്തോളം കാലം അവനും കൂടെ ഉണ്ടായിരിക്കും പിടിച്ചോണ്ട് പോകാൻ. സ്തോത്രം. നമ്മൾ വിട്ട് ഓടുമ്പം ആമേൻ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. അതുകൊണ്ട് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പാടിയത് കൃപാ കടലേ ആമേൻ നിന്റെ കൃപ എന്നിലേക്കൊന്ന് ഒഴുക്കണമേ. അത് ഒഴുകാതിരുന്നാൽ ആമേൻ ഞാൻ ഒന്നുമില്ലപ്പാ. ഹല്ലേലൂയ. അത് ഒഴുകിയേ മതിയാകൂ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്റെ ശരീരത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ആന്തരിക അവയവങ്ങളിലേക്ക്, ബാഹ്യ അവയവങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപയൊന്ന് ഒഴുകട്ടെ പ്രിയപ്പെട്ടവരെ. സ്വയമായി യൗവന മോഹങ്ങളെ വിട്ടോടാത്തിടത്തോളം കാലം നിന്നെ വേട്ടയാടുന്ന സാത്താന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ അവൻ സാധിക്കത്തില്ല. എന്നാൽ സ്വയമായി നീ വിട്ടോടാൻ തയ്യാറെടുക്കുന്ന അതേ ദിവസം, അതേ നിമിഷം ദൈവം നിന്നെ സഹായിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 2 കൊരിന്ത്യർ 10-4-6 വാക്യങ്ങൾ വായിച്ച്. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോംബും മിഷൻ ഗണ്ണൊന്നും വേണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ബോംബും മിഷൻ ഗണ്ണൊന്നും വേണ്ട. മറ്റുള്ള ദൈവമക്കളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട്. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ഈ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തെ അന്ധകാര ശക്തികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണെന്ന് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട് സാത്താൻ കെട്ടിപ്പൊക്കിയ കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം ശക്തിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ കൂടി വിളിച്ചു പറയുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാളുകളിൽ നിന്റെ ഭാവിക്കെതിരായി, നിന്റെ ഫ്യൂച്ചറിനെ അടയ്ക്കുന്ന, നിന്റെ തലമുറകളുടെ ഫ്യൂച്ചറിനെ അടയ്ക്കുന്ന സ്തോത്രം സ്പിരിറ്റ് ഓഫ് ഡിമിനേഷന്റെ അണ്ടറിൽ പെട്ട് നിന്നെ തകർത്ത് കളയുക, നിന്നെ മുടിച്ചു കളയുക, നിന്നെ ഇല്ലാതാക്കുക, നിന്റെ ബോർഡറിനെ ലിമിറ്റ് വെച്ച് നശിപ്പിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്ന പൈശാചിക ശക്തികളുടെ കോട്ടകളെ തകർക്കാൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഹോളി സ്പിരിറ്റിനെ കൊണ്ട് ഗലാത്യർ 5-24 വാക്യം വായിച്ചു. സാത്താൻ കൊണ്ടുവരുന്ന സകല മോഹങ്ങളും സ്വയത്തിൽ നിന്ന് വരുന്ന ദുഷിച്ച ചിന്തകളാണ്. ഇത് ക്രിസ്തുയേശുവിൽ ഉള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കും. അൺക്ലീൻ തോട്ട്സ് വരുമ്പോ, ജീവിതത്തെ വൈകൃതമാക്കുന്ന ദുശീലങ്ങൾ കടന്നു വരുമ്പോൾ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്കാമം, വ്യഭിചാരികൾ, സ്വയംഭോഗം, അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിലുള്ളവർ ആമേൻ തന്റെ ശരീരത്തെ ആമേൻ ക്രിസ്തുവുമായി ക്രൂശിക്കുവാൻ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും വചനത്തിൽ നിന്ന് ആമേൻ ഊന്നി പറയുകയാണ്. ആമേൻ സ്തോത്രം. ഇത് മിൻസൺ പാസ്റ്റർക്ക് ഒരു വെളിച്ചം കിട്ടിയിട്ട് പറയുന്നതല്ല, മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ റഫറൻസ് കോട്ട് ചെയ്ത് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്റെ സഹോദര സഹോദരി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഡെഫിനറ്റ്ലി നിത്യത നിങ്ങൾക്ക് നഷ്ടമായി പോകും. സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ആമേൻ സ്തോത്രം. സ്വർഗത്തിൽ ആമേൻ ഹൂറികളുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങളുള്ളപ്പോൾ, എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും സ്വർഗത്തിൽ ചെന്ന് കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങളുള്ളപ്പോൾ എന്റെ യേശു പറയുന്നു, നീ ഇവിടെ വൃത്തിയോടെ മെനയോടെ ജീവിക്കാത്തിടത്തോളം കാലം നിന്നെ ഞാൻ അങ്ങേക്കരയിൽ എത്തിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇതേ തന്ത്രമാ ശത്രു ഉപയോഗിക്കുന്നത്. ശത്രുവിനറിയാം അങ്ങേക്കരയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രിയന്റെ കൂടെയുള്ള വാസമുണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ നല്ല ഒരു സ്ഥലത്തും വിലമതിക്കാനാകാത്ത വാസമാണ്. അത് ഒരിക്കൽ അനുഭവിച്ചവനാ ശത്രുവാകുന്ന സാത്താൻ. അവന് നഷ്ടമായി പോയത് നിങ്ങൾക്ക് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, അവന് ലഭിക്കാതെ പോയ സാധനത്തെ ഈ ഭൂമിയിൽ മനുഷ്യന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന പൈശാചിക ശക്തികളോട് ഈ നാടുകളിൽ എതിർത്ത് നിൽക്കുവാൻ എത്ര ദൈവമക്കൾക്ക് തയ്യാറാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-19 വാക്യം വേഗത്തിൽ വായിച്ചു. പാമ്പുകളെയും തോലുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാത്താന്റെ എതിരെ നീ ഫൈറ്റ് ചെയ്യാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ നിനക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. നീ സാത്താന്റെ ചെകിട്ടത്തടിക്കാൻ,
അവന്റെ കരണം നോക്കി പൊട്ടിക്കാൻ അവൻ സ്തോത്രം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. നീ അടിച്ചു കഴിഞ്ഞാൽ നിന്നെ തിരിച്ചടിക്കുമോ എന്ന് നീ പേടിക്കണ്ടെന്ന്. കാരണം അവൻ നിന്നെ ഒരു നാളും തൊടാതെ വണ്ണം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു തമ്പുരാനായി ദൈവം. അതൊന്നുകൂടെ വായിച്ചാൽ അവസാനം പറയുന്നു, അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ലെന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം ധൈര്യമുണ്ടോ ദൈവമക്കളെ? ആമേൻ സ്തോത്രം. എന്റെയും നിന്റെയും തലമുറയെ തകർക്കാൻ ശ്രമിക്കുന്ന, ആമേൻ മാതാപിതാക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന, കുടുംബ ബന്ധത്തെ ശിഥിലമാക്കി കളയാൻ ശ്രമിക്കുന്ന, ആമേൻ വൈകൃതമാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ ആമേൻ സ്തോത്രം ചെകിട്ടത്തടിക്കാൻ, അവന്റെയൊക്കെ മർമ്മം നോക്കി അടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നീ അടിക്കണം. കാരണം എന്താണെന്നറിയാമോ? അവൻ ഒരു നാളും നിനക്ക് തിരിച്ചൊരു ദോഷവും വരുത്താതെ വന്ന സ്വർഗത്തിലെ സൈന്യത്തെ ഇറക്കി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അതായത് സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, ആമേൻ സകല കഷ്ടങ്ങളിലും സങ്കേതവും തുണയുമായിരിക്കുന്ന ദൈവം. ഓ ജീസസ്, പ്രൈസ് ഗോഡ്. ലൈംഗികതയെയും സംസാരത്തെയും ചിന്തകളെയും പോലും വൈകൃതമാക്കി കളഞ്ഞ് അവന്റെ സ്വത്താക്കി മാറ്റുന്ന സാത്താന്റെ തന്ത്രം ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്കരുത് നമ്മളെ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു. ലൈംഗികത പോലും ദൈവം നല്ലതെന്നാണ് കണ്ടത്. പക്ഷെ അതിനെ വികൃതമാക്കുന്ന പൈശാചിക ശക്തി. എന്തെല്ലാം ദൈവം നല്ലതെന്ന് കണ്ട് സൃഷ്ടിച്ചോ അതിനെല്ലാം വികൃതമാക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്നാളുകളിൽ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ജയമെടുക്കണം പ്രിയപ്പെട്ടവരെ. അഞ്ചാമത്തത് ട്വിസ്റ്റിംഗ് ഗോഡ്സ് വേർഡ്. ട്വിസ്റ്റിംഗ് ഗോഡ്സ് വേർഡ്. ദൈവവചനം വളച്ചൊട്ടിക്കുന്ന ആത്മാവ്. ദൈവത്തിന്റെ വചനം വളച്ചൊട്ടിക്കുന്ന ആത്മാവ്. ഉദാഹരണം, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. അല്ലേ? മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വേദപുസ്തകത്തിലെ വേദവചനത്തെ എടുത്തുകൊണ്ട് തന്നെ ശത്രു നമ്മളെ പല രീതിയിലേക്കും പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യിപ്പിക്കും. സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഏത് കാരണത്താലോ ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിലെ ഉദ്ദേശം എന്താണോ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏതു കാരണമായാലും ദൈവത്തെ സ്നേഹിക്കണമെന്ന്, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് എൻ്റെ ഈ സ്നേഹവും നീതിയാണെന്ന് തോന്നിപ്പിക്കുന്ന പിശാചിന്റെ തന്ത്രം. മനസ്സിലാവുന്നുണ്ടോ? ഏത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, സ്തോത്രം, അവിഹിതമായിരിക്കാം സ്നേഹം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അവിഹിതമായിരിക്കാം സ്നേഹം. നിങ്ങളെ കേൾക്കുന്നുണ്ടോ? അവിഹിതമായി കേൾക്കണം. സ്തോത്രം. അരുതാത്ത സ്നേഹമായിരിക്കാം, കാമുകനോടുള്ള സ്നേഹമായിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന്. അവന് കിട്ടാത്ത സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അവൾക്ക് കിട്ടാത്ത സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ കൊടുക്കാൻ, അത് ഞാൻ കൊടുക്കുകയാണെന്ന് കൊടുക്കുന്ന സമയത്ത് പോലും തെറ്റിനെ നീതിയാക്കി തോന്നിപ്പിക്കുന്ന സാത്താന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തെറ്റിൽ നിന്ന് പുറകോട്ട് വരാൻ പരിശുദ്ധാത്മാവ് അകത്ത് കിടന്ന് ഞരങ്ങുമ്പോൾ അതിനെല്ലാം മറച്ചു വെച്ചിട്ട് ഇത് ദൈവം സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ സ്നേഹവും ഒരു സ്നേഹമാണ്, ഒറ്റപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് തോന്നിപ്പിക്കുന്ന സ്നേഹം, ഇതിനെ പിശാച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഇതാണ് ട്വിസ്റ്റിംഗ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിക്കുക. സ്തോത്രം. ഇത് സാത്താന്റെ ശക്തിയാണ്. ഇതൊരു സ്പിരിറ്റാ ചെയ്യുന്നത്. ഇവൻ ഇതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന സ്പിരിറ്റാ. ഇവൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല. ഇവൻ ഇത് മാത്രമാണ് പരിപാടി. ഇവൻ ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിക്കുക. ഇതാണ് അവന്റെ ഡ്യൂട്ടി. അത് അവൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. മറ്റു നേരത്തെ പറഞ്ഞ ഓരോ സ്പിരിറ്റും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സ്പിരിറ്റിനും ഓരോ വർക്കാണ്. അവരെല്ലാം അവരുടേതായ വർക്കുകൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ദൈവമക്കൾ ഉദാസീനതയോടെ കിടക്കുക. ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മൾ ആയുധങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഉദാസീനതയോടെ കിടക്കുക. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഉണർന്നിരിപ്പീൻ, ശക്തിപ്പെടുവീൻ, പുരുഷത്വം കാണിപ്പീൻ. സ്തോത്രം. എന്നിട്ട് നമ്മളും കിടന്ന് ഉറങ്ങുക. കിട്ടുന്ന സമയം മാക്സിമം. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, കർത്താവ് കാത്തിരിക്കുക നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. സ്തോത്രം. ആമേൻ. ഇന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് വീണ്ടും കാത്തിരിക്കുക. നാളെ പ്രാർത്ഥിക്കാം, വീണ്ടും കാത്തിരിക്കുക. കർത്താവ് ഇന്ന് ഭയങ്കര ക്ഷീണോ കർത്താവേ, കർത്താവ് വീണ്ടും കാത്തിരിക്കുക. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാ. സ്തോത്രം. ഇവിടെ ഒരുത്തന്നെ ഉറക്കിപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. കർത്താവ് കാത്തിരിക്കുക, നീ എന്നെ വിളിക്കും, എന്നോട് സംസാരിക്കും. സ്തോത്രം. വിഷയത്തിൽ നിന്ന് പോകുന്നില്ല. സ്തോത്രം. 1974 ഇതേപോലെ ട്വിസ്റ്റിംഗ് ഗോഡ്സ് വേർഡ്
ദൈവത്തിൻ്റെ വചനത്തെ വളച്ചുടച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണമായി നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. 1974 ഫ്ലിർട്ടി ഫിഷിംഗ് എന്ന് പറയും. ഫ്ലിർട്ടി ഫിഷിംഗ്, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ ഇത്തരത്തിലുള്ള പേരിലേക്ക് മാറ്റപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണം. അതായത് ഇത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഷോർട്ടായിട്ട് പറയാം. ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേര് അടിച്ചാൽ മതി. ഫ്ലിർട്ടി ഫിഷിംഗ് നിങ്ങൾ അടിച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഷോർട്ടായിട്ട് മാത്രം ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതായത് ആരാധന ഉപേക്ഷിച്ച് ഇപ്പോൾ UK എങ്ങനെയാണോ പള്ളിയിൽ ജനങ്ങൾ വരാതിരിക്കുന്നത്, അതേപോലെ ആരാധനയ്ക്ക് വരാത്തൊരു കാലഘട്ടം. പള്ളിക്കകത്ത് ആൾക്കാർ വരുന്നില്ല. കാരണം അവരിങ്ങനെ തിന്ന് കുടിച്ച് കൂത്താടി ഇങ്ങനെ നടക്കുകയാണ്. ഉള്ള കടയിൽ പോയി സാധനം വാങ്ങിച്ചു അയവിറക്കി നടക്കുന്ന പോലെ ഇങ്ങനെ നോട്ടീസും കടിച്ച് പറിച്ച് ഇങ്ങനെ നടക്കുക. സ്തോത്രം. ഇവരാരും പള്ളി വരുന്നില്ല. പള്ളി വരാൻ വേണ്ടിയിട്ട് ഒരു ഫാദറിൻ്റെ ഒരു അച്ഛൻ്റെ തലയ്ക്കകത്ത് വന്ന ഒരു ബുദ്ധിയാണ്. സ്തോത്രം. അച്ഛൻ്റെ തലയ്ക്കകത്ത് അച്ഛൻ കൊണ്ടുവന്ന ബുദ്ധിയല്ല, സാത്താൻ കൊണ്ടിട്ട ബുദ്ധിയാണ്. അതാണ് ഇവിടെ പറയുകയാണ്. സ്തോത്രം. പള്ളിയിൽ വരാതെ നടക്കുന്ന ആൺകുട്ടികൾ പള്ളിയിലേക്ക് ആകർഷിക്കപ്പെടാൻ സ്ത്രീകളെ ആൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിക്കുന്ന പെർമിഷൻ കൊടുക്കുന്ന കാര്യം 1974 നടക്കുന്ന സംഭവം. സ്തോത്രം. ഇതും എനിക്ക് പ്രത്യേക വെളിച്ചം കിട്ടിയിട്ട് പറയുന്നതല്ല, ചരിത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്കണം. ഈ പ്രത്യേക വെളിച്ചം കിട്ടി ചിലർ വിളിച്ചു പറയും. അതും നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, ചരിത്രത്തെ ആസ്ഥാനമാക്കിയാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. പള്ളിയിൽ ആൾ വരുന്നില്ല. അപ്പം ഇത് എങ്ങനെയാ ഇവർ വചനത്തെ വളച്ചൊടിച്ചെന്ന് അറിയണ്ടേ? ട്വിസ്റ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. എങ്ങനെയാ വചനത്തെ വളച്ചൊടിച്ചെന്ന് പറയണ്ടേ? മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചേ. എന്റെ പിന്നാലെ വരുവിൻ. തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായി ഇത്തരം ആചാരങ്ങൾ കൊണ്ടുവരാൻ കാരണം ഈ വചനത്തെ നിലനിർത്തി അതിനെ വളച്ചൊടിക്കും. എന്നിട്ട് പറയുവാണ്, ദൈവം സ്നേഹമാണ് എന്നുള്ള വചനവും എൻ്റെ പിന്നാലെ വരുന്നവനെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറയുന്ന വാക്കും എടുത്തിട്ട് മനുഷ്യരെ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് മാക്സിമം മനുഷ്യരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൂട്ടിവരുത്താൻ വേണ്ടി, മറ്റുള്ളവരെ ആകർഷിക്കപ്പെടാൻ വേണ്ടി എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം. എന്തിനെ ആസ്പദമാക്കിയ? മാത്യു ചാപ്റ്റർ 4:19 ആസ്പദമാക്കി എടുത്ത തീരുമാനമാണ് 1974 ഒരു അച്ഛൻ്റെ തലയിൽ പതിഞ്ഞത്. സ്തോത്രം. അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അടിച്ചു പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കുടുംബം ഫുൾ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് വിക്കിപീഡിയ കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, സ്തോത്രം, ഇതിനെ അവര് പേര് വിളിച്ചത് വിശുദ്ധ വ്യഭിചാരം എന്നാണ്. വിശുദ്ധ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരത്തിനെ പോലും വിശുദ്ധ വ്യഭിചാരം എന്ന് പേരിട്ട് ദൈവസന്നിധി. നേരത്തെ പറഞ്ഞ യഹൂദന്മാരുടെ അകത്ത് കയറിയ സംഭവം ഇവിടെ വീണ്ടും 1974 പിശാച് വീണ്ടും പയറ്റി നോക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പരസ്പരം ദ്രോഹം വരാത്ത രീതിയിൽ ഉള്ള ബന്ധങ്ങൾ അത് അവിഹിതമാണെങ്കിൽ പോലും എത്രത്തോളം നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റുമോ അതിനെ കൊടുത്ത് ജനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അവരുടെ തീം. ഇതാണ് അവരുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സ്തോത്രം. 1974 മുതൽ 1987 വരെ ഭാഗ്യം കൊണ്ട് ഈ സാധനം നിലനിന്നുള്ളൂ. 1987 പെട്ടിങ്കടക്കെടുത്ത് അവർ പോയി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? 1987 പെട്ടിങ്കടക്കെടുത്ത് പോയി. കാരണം 1987 എയ്ഡ്സ് രോഗം വ്യാപകമായി ബാധിക്കാൻ തുടങ്ങി. എയ്ഡ്സ് രോഗം വ്യാപകമായി ബാധിക്കാൻ തുടങ്ങിയപ്പോൾ സുതരം സെക്സ് വർക്കുകളിൽ കൂടി ഈ രോഗങ്ങൾ പടരുവാൻ സാധ്യത കൂടുതലാണെന്ന് ഇതിനകത്തേക്ക് ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെടിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം. കഴിഞ്ഞപ്പോൾ ഇത് വരാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു പ്രസ്ഥാനം തന്നെ ഉപേക്ഷിക്കപ്പെട്ടു പോയി. സ്തോത്രം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ കൂടി 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ഒരു കാലയളവിൽ ജന്മമെടുത്തു. 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ഒരു കാലയളവിൽ ജന്മമെടുത്തു. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രസ്ഥാനമിട്ട പേരെന്തെന്നറിയാം? ജീസസ് ബേബി എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ചാപ്റ്റർ 4:19 വളച്ചൊടിച്ച് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആൻഡ്രൂസ്, സിമി, നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ഇപ്പോഴാണോ അറിയുന്നത്? എന്തോ നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴല്ലേ അറിയുന്നത്?
ശ്രദ്ധിക്കണം, ഇതുപോലെ തന്നെ പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ ഇല്ലാത്തത് പള്ളിക്കകത്തോട്ട് നുഴഞ്ഞു കയറിയിരിക്കുന്ന ആരാധനകൾ, നുഴഞ്ഞു കയറിയിരിക്കുന്ന വിഗ്രഹാരാധനകൾ. ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലോ സമുദ്രത്തിലുള്ളതിന്റെ ഒന്നിന്റെയും പ്രതിമയെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ട് സ്തോത്രം, ഏതോ ഒരുത്തന്റെ തലയിലേക്ക് പിശാച് തള്ളിവിട്ടപ്പോൾ അവന്റെ ഹോൾഡ് കൊണ്ട്, പിടിപാട് കൊണ്ട് ജനത്തെ വശീകരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ, വചനത്തെ ട്വിസ്റ്റ് ചെയ്ത് വചനത്തിൽ തന്നെ ആണെന്ന് പറയിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, വിഗ്രഹത്തെ ആരാധിച്ചാലും കുഴപ്പമില്ല, ദൈവത്തിന്റെ വിഗ്രഹത്തെ അല്ലേ തോന്നിപ്പിക്കുന്ന, ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ. എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് യേശു പറഞ്ഞപ്പോൾ മഹത്വം അമ്മയ്ക്കും അപ്പനും സഹോദരങ്ങൾക്കും വിഭാഗിപ്പിച്ചു കൊടുക്കുന്ന പൈശാചിക ശക്തികൾ. എന്റെ യേശുവിന്റെ മഹത്വം എനിക്ക് പോലും എടുക്കാൻ അവകാശമില്ല, ഈ ഭൂമിയിലെ ആർക്കും എടുക്കാൻ അവകാശമില്ല. യേശു ഈ ഭൂമിയിൽ സ്തോത്രം പിറന്ന ഉദരത്തിന്റെ ഉടമയായ യേശുവിന്റെ അമ്മയ്ക്ക് മഹത്വം എടുക്കാൻ അധികാരമില്ല, യേശുവിന്റെ വളർത്തപ്പന് മഹത്വം എടുക്കാൻ അധികാരമില്ല, ഒരു വിശുദ്ധനും ഒരു അപ്പോസ്തലനും ആ മഹത്വം എടുക്കാൻ അധികാരമില്ല. കാൽവറിയിൽ യൗവനത്തിലെ ചുടുചോര ചീന്തി തന്ന യേശുവിന് മാത്രമായിരിക്കട്ടെ മഹത്വം, ആ ഗ്ലോറി അവന് മാത്രമായിരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോഴും ഈ സ്പിരിറ്റ് മനുഷ്യ മനസ്സുകളെ വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ സ്പിരിറ്റ് വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് നല്ല രീതിയിൽ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പല ദൈവദാസന്മാരും ഇപ്പൊ പല കൾട്ടുകൾ സ്റ്റാർട്ട് ചെയ്തത്. പല കൾട്ടുകൾ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാ. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് അതിനകത്ത് അവരുടേതായ കുറച്ച് ആശയങ്ങൾ എടുത്തിടും, വചനത്തെ കോട്ട് ചെയ്തിട്ട്. ആമേൻ, അതാണ് ട്വിസ്റ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. വചനത്തെ കോട്ട് ചെയ്യിപ്പിക്കുന്ന സ്പിരിറ്റ്, വചനത്തെ ക്രോഡീകരിക്കുന്ന, വചനത്തെ വളച്ചൊടിക്കുന്ന സ്പിരിറ്റ്, അത് ദൈവമക്കളുടെ ഇടയിൽ നിന്ന് തന്നെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിഫ്റ്റി ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൾട്ടിന്റെ നേതാവ് ഫാദർ ഡേവിഡ് ബർഗ് എഴുതി വെച്ചു. ഫാദർ ഡേവിഡ് ബർഗ്, ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫാദർ ഡേവിഡ് ബർഗ്, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും സഹോദരന്മാര് എല്ലാ കാര്യങ്ങളും വിക്കിപീഡിയ കിടപ്പുണ്ട്, നോക്കി കഴിഞ്ഞാൽ കിട്ടും. സ്തോത്രം. മാത്യു 4:19 ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് 2 മത്സ്യത്തൊഴിലാളികളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്യത്തെ ആസ്പദമാക്കി സാത്താൻ 1974 ഇദ്ദേഹത്തെ കൊണ്ട് അനേകം മത്സ്യത്തൊഴിലാളികളെ തന്നെ കൂടുതലും മറ്റു പല ആൾക്കാരെയും പിടിപ്പിച്ചു. എങ്ങനെ പിടിപ്പിച്ചു? ആമേൻ, സ്തോത്രം. ഇത്തരത്തിലുള്ള ഒരു അജണ്ട, ഒരു പ്രത്യേക തീരുമാനം എടുത്ത് ഇടിപ്പിച്ചിട്ട് ഇട്ടു. എന്നിട്ട് അതിനെ വിശുദ്ധ വ്യഭിചാരമെന്ന് വിളിച്ചു. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ആള് കൂടും സഭയ്ക്കകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യേശു കർത്താവ് നേരത്തെ മുൻകൂട്ടി പറഞ്ഞത് അതുകൊണ്ടാണ്. 2 or 3 പേർ എന്റെ നാമത്തിൽ ഐക്യതയോടെ എവിടെ കൂടുന്നു അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. സ്തോത്രം. ആളിന്റെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തില ദൈവാത്മാവ് വെളിപ്പെടുന്നത്, ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, 2 പേരെ 3 പേരെ വചനം കേൾക്കാനുള്ളൂ, നിങ്ങൾ മതി കേൾക്കാൻ വേണ്ടിയിട്ട്. കർത്താവ് അവിടെ ഇടപെടും, അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരും, അതിന്റെ മധ്യത്തിൽ ഉലാവും. ഹല്ലേലൂയ, ആമേൻ. ഒരു രാജാവിനെ പോലെ, മഹാരാജാവിനെ പോലെയല്ല, മഹാരാജാവായി അവൻ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഈ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാമെന്നാണ് ഇവരുടെ അജണ്ട, ഇവരുടെ തീരുമാനം. അങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം ഒരു മനുഷ്യന് കൊടുത്ത് അവരെ പള്ളിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഏതറ്റം വരെയും പോകാം. അതിനിപ്പോൾ സെക്സ് ആയാലും കുഴപ്പമില്ല, അവർക്ക് അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അവർ പള്ളിയിലോട്ട് വരുന്നതെങ്കിൽ അവർ അങ്ങനെ വരട്ടെ, നിങ്ങളത് ചെയ്യുവിൻ എന്നുള്ള രീതിയിലുള്ള ഒരു നിയമം ഈ ഒരു പ്രസ്ഥാനം അടിച്ചിറങ്ങി. ഒരുപാട് പേര് ഇതിനെ അനുകൂലിച്ചു, പക്ഷെ വളരെ കുറച്ച് പേര് മാത്രം ഇതിനെ പ്രതികൂലിച്ചു. ഒരുപാട് പേര് ഇതിനെ അനുകൂലിച്ചു. അന്ന് ഒരു ഒഴുക്കായിരുന്നു ക്രിസ്ത്യൻ സഭകളിലേക്ക്, പള്ളികളിലേക്ക് ഒരു ഒഴുക്കായിരുന്നു. ഒഴുകി വന്നവരുടെ പേര് വിവരങ്ങൾ, ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പോലീസ് മേധാവികൾ, പട്ടാളക്കാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ പിടിപാടുള്ള വ്യക്തി ജീവിതങ്ങളെല്ലാം ഈ ഒരു നിയമം വന്നപ്പോൾ മതം മാറി ക്രിസ്ത്യാനിയിലേക്ക് ചേർന്നെന്നാണ് പറയുന്നത്, ക്രിസ്തു മതത്തിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോഴും മാറി നിൽക്കുന്ന, പ്രതികരിക്കുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങൾക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ള നാമധേയ കൂട്ടത്തിന് അറപ്പുളവാക്കുന്ന ഒരു കൂട്ടമായിരുന്നു ആ ന്യൂനപക്ഷം, പെന്തക്കോസ്തുകാര്. സ്തോത്രം,
ഹല്ലേലൂയ. യേശു പഠിപ്പിച്ച വചനത്തിന് വിരുദ്ധമായി എന്ത് വന്നാലും പുസ്തകം നോക്കും, ഇങ്ങനെ കണ്ണെടുത്ത് ഇങ്ങനെ നോക്കും. ഇത് പഠിപ്പിക്കാത്ത കാര്യമാണെങ്കിൽ നോ കോംപ്രമൈസ് അതിൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. അതിൻ്റെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യാതെ പിടിച്ചു നിന്ന ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷമായി ഇന്നും കിടന്ന് നിലവിളിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ. ആ ന്യൂനപക്ഷം ഒരു മുറിക്കകത്ത് നിന്ന് മാത്രമല്ല വിളിച്ചു പറയുന്നത്, ആ ന്യൂനപക്ഷം തെരുവീതികളിൽ ഇറങ്ങി നിന്ന് വിളിച്ചു പറയുകയാ, അവൻ മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവീൻ, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുവീൻ, കളയേണ്ടതിന് കളയുവീൻ, ചേർക്കേണ്ടതിന് ചേർക്കുവീൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ന്യൂനപക്ഷം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ സ്തോത്രം, ഞാൻ പ്രിയ സഹോദരിയോർത്ത് അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ന്യൂനപക്ഷത്തിലേക്ക് കയറി വരുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ആമേ. ഞാൻ ഇന്നത്തെ എനിക്ക് മെസ്സേജ് കയറാൻ നേരത്ത് പറഞ്ഞു, ഞാനൊരു 5, 10, 15 മിനിറ്റ് ലേറ്റ് ആവും കേട്ടോ, പക്ഷെ ഞങ്ങൾ വരാതിരിക്കത്തില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു കൊടുത്ത മറുപടി ഉണ്ട്, ആര് വന്നില്ലെങ്കിലും നിങ്ങൾ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം ഞാൻ അത്രയ്ക്ക് അവരെ ട്രസ്റ്റ് ചെയ്യുന്നു. കാരണം അവർ അനുഭവിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. അവർ ചുമ്മാ അനുഗമിക്കുന്നവരല്ല, അനുഭവിച്ചറിഞ്ഞവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരും എടുക്കാതെ ഒരുപാട് കുറെ നാളുകൾ കഴിയുമ്പോൾ വിഷമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നേരത്തെ എടുത്തറിഞ്ഞു. എന്തോ സംഭവം അറിയാമോ? ഇപ്പോഴേ സൺഡേക്കുള്ള അവധികൾ നേരത്തെ പ്ലാൻ ചെയ്തെടുത്തെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എവരി സൺഡേ ആരാധനയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മാക്സിമം ഏതെങ്കിലും സൺഡേ ചെയ്ത് കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇല്ലെങ്കിൽ സൺഡേ എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകണം, കുടുംബമായിട്ട് പോകണമെന്നുള്ള തീരുമാനം അവൻ സ്തോത്രം അവൻ എടുക്കുവാൻ ആ പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവം സഹായിച്ചെങ്കിൽ കണ്ടുപിടിക്കണം പ്രിയപ്പെട്ടവരെ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അവൻ എത്ര വർഷമായി പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ കിടക്കുന്നു, എത്ര വർഷമായി പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ കിടക്കുന്നു. ഇന്നും ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെങ്കിൽ നാണമില്ലാതെ ഉണ്ണാൻ പോകത്തില്ലേ? എങ്ങനെയെങ്കിലും ഞായറാഴ്ച ആരാധന മുടക്കാൻ താപ്പ് കിട്ടി നടക്കുന്നവരാ പെന്തക്കോസ്തുകാര്. എന്ന് കേറി വരുന്ന അനുഭവിച്ചറിഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുക, ഈ സ്പിരിറ്റ് അവൻ, ഈ ഒരു ഉഷാറ്, ഈ ഒരു ഉണർവ് പെന്തക്കോസ്ത് ദൈവമക്കളാകത്ത് വ്യാപരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോഴും ഞാൻ പറയാ, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് വചനം പറയുന്ന പോലെ ആ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കണം നാളെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ആമേൻ. ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. സ്വന്തം. ആമേൻ. സഭ എന്റേതല്ലെന്ന് ഞാൻ വീണ്ടും പറയുകയാ. സഭ ക്രിസ്തുവിന്റേതാ. സഭ നിങ്ങളുടെ ആരുടെയും കുടുംബ സ്വത്തല്ല. സഭ നിങ്ങളുടെ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. സഭ യേശു ക്രിസ്തുവിന്റെയാ. രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവസഭയായത്. ഇതിനകത്ത് ഉടായ്പ നടക്കത്തില്ല പ്രിയപ്പെട്ടവര്. ഇതിനകത്ത് ചുമ്മാ നടക്കത്തില്ല ഒരു കാര്യങ്ങളും. സ്വന്തം. നിങ്ങൾ എല്ലാവരും UK അല്ലേ? ഞാൻ ഇന്ത്യയിൽ, നിങ്ങൾ UK അല്ലല്ലോ. നമ്മളെല്ലാവരും UK അല്ലേ? ഇപ്പം മാറിപ്പോയോ? നിങ്ങൾ എല്ലാവരും UK, ഞാനും UK അല്ല. മിനിമം വേജസ് എത്രയാ ഇവിടുത്തെ? മിനിമം വേജസ് എത്രയാ പറ. അതറിയാതാണോ ജോലി ചെയ്യുന്നത്? മിനിമം വേജസ് എത്രയാ? 11.45 11.45 11.45. സ്തോത്രം. ദേ ഈ പേപ്പറുകൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6, 7, 8 മണിക്കൂർ ഒരു ഒറ്റ ഇരിപ്പ് ഉമ്രിക്കകത്ത് ഇരുന്നിട്ടാണ് ഞാൻ എഴുതി ഉണ്ടാക്കുന്നത്. സ്തോത്രം. ഒരു സാധാരണ കുടുംബം, ഞാൻ വരുമാനം പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു കുടുംബം. സ്തോത്രം. ഈ 7, 8 മണിക്കൂറും പുറത്തിറങ്ങി ഓടാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇൻകം കിട്ടും. മാറ്റിവെച്ച് ഈ സഭയ്ക്കകത്ത് ഇത് വന്ന് വിളമ്പണമെന്നുണ്ടെങ്കിലേ നിത്യതയുടെ ദർശനം കണ്ടതുകൊണ്ടാ. നിങ്ങളെ ഓരോരുത്തരെയും അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അന്നന്നേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് ഓടുന്ന ഒരു സാധാരണ പാസ്റ്ററായ ഞാൻ. UK മാത്രം പേരേ ഉള്ളൂ. ഞാൻ എത്ര നേരം ഇരിക്കുന്നു എന്റെ കൂടെ താമസിക്കുന്ന അസ്ഥകളോട് ചോദിച്ചറിയാം. ആമേൻ. മുറിക്കകത്ത് കയറിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല അധികം. ആമേൻ. അതിനകത്തിരുന്ന് ഈ ഒരു വചനം എഴുതി പുറത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ആമേൻ, അത് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പതിയണമെന്ന ആഗ്രഹത്തോടെ ഞാൻ ഈ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ വരുമാനം, എന്റെ മിനിമം വേജസ് പോയാലും കുഴപ്പമില്ല, എന്റെ പ്രതിഫലം സ്വർഗത്തിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാ ഞാന്.
ഹല്ലേലൂയ. ഇവിടെ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും, ഇവിടെ എന്നെ ആക്ഷേപിച്ചാലും, ഇവിടെ എന്നെ അവഹേളിച്ചാലും, ഇവിടെ എന്നെ നിന്ദിച്ചാലും, എന്റെ സകലതും വിറ്റുപോയാലോ എന്റെ ക്രിസ്തുവിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പത്ത് അത് ക്രിസ്തുവാണ്. ഓ, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. മതി. 2 തിമോഥെയോസ് 2 അധ്യായം അതിന്റെ 15 മുതൽ വായിച്ചാട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ സ്തോത്രം. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു അവരുടെ വാക്ക് അത്ഭുത വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. മതി. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഭക്തിവിരുദ്ധമായ കെട്ടുകഥകൾ പള്ളിക്കകത്തേക്ക്, സഭയ്ക്കകത്തേക്ക് വളച്ചൊടിച്ചു കൊണ്ടുവരുന്ന ട്വിസ്റ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്, അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന സ്പിരിറ്റ് ഈ ലോകത്ത് കാലാകാലങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ, ഇന്നു മുതലല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്നു മുതലല്ല. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണം. കത്തോലിക്ക സഭ തുടങ്ങിയ നാൾ മുതലല്ല, ജാക്കോബിറ്റ് സഭ തുടങ്ങിയ നാൾ മുതലല്ല. ആമേൻ, പെന്തക്കോസ്ത് സഭ തുടങ്ങിയ നാൾ മുതൽ. ഇവരൊക്കെ പറയും പെന്തക്കോസ്ത് സഭ തുടങ്ങിയതിന് രേഖയില്ല, ഇപ്പൊ പൊട്ടി മുളച്ചതാണ്. നോ, നെവർ. പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ തുടങ്ങിയ പെന്തക്കോസ്തിന്റെ ചരിത്രം അത് മാറ്റാൻ ആർക്കും സാധിക്കത്തില്ല. വിശുദ്ധ വേദപുസ്തകം അതിന് തെളിവാണ്. ഹല്ലേലൂയ. അതിനുശേഷം വന്നതാ ബാക്കി സകല സഭകളും. ഹല്ലേലൂയ. അതിനുശേഷം വന്നതാ പല സകല സഭകളും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയുകയാണ്, അന്നും ഈ ന്യൂനപക്ഷമായി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ മണവാട്ടി സഭ ന്യൂനപക്ഷമായിരിക്കും. ആമേൻ, സ്തോത്രം. ഒരു വലിയ കൂട്ടത്തെ കൊണ്ടുപോകാൻ ഒരു വലിയ ഹെലികോപ്റ്ററുമായിട്ടല്ല യേശു കർത്താവ് വരുന്നത്. ആകാശ മേഘത്തെ തേരാക്കി തന്റെ തിരുസഭയെ ചേർക്കാൻ ആകാശ മേഘങ്ങളിൽ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവൻ രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവര്, സ്തോത്രം. അതിനു മുമ്പ് വരുന്ന കെട്ടുകഥകളും കിഴവിക്കഥകളും വചനത്തെ വളച്ചൊടിക്കുന്ന സകല വിരുദ്ധ ദുരുപദേശങ്ങളെയും എതിരിട്ട് പോരാടി ഈ നാളുകളിൽ മുമ്പോട്ട് പോകാൻ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുമാറാകട്ടെ. ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22 അധ്യായം 18 വാക്യം. ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. 19 വായിച്ചേ. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. സ്തോത്രം. പെന്തക്കോസ്ത് നാൾ ആരംഭിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ യേശുവിന്റെ അമ്മയടക്കം ആമേൻ സ്തോത്രം കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തുവെന്ന് ഞാൻ വായിക്കുന്ന ഈ വേദപുസ്തകത്തിലും മറ്റു നാമധേയ ക്രിസ്ത്യാനികൾ വായിക്കുന്ന വേദപുസ്തകത്തിനകത്തും വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്നു മുതൽ തുടങ്ങിയതാണ് പിശാച് സഭയ്ക്കകത്ത് വചനത്തെ വളച്ചൊടിക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ വളച്ചൊടിക്കുന്നവരെ നോക്കി പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഈ പ്രമാണത്തെ മാറ്റുകയോ തിരുത്തുകയോ വളച്ചൊടിക്കുകയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി ബിസിനസ് ആക്കി സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അതിനെ വളച്ചൊടിക്കുന്നെങ്കിൽ, ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, നിത്യതയിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും ദൈവത്തിന്റെ അംശവും മഹാനഗരത്തിൽ നിങ്ങൾക്ക് കിട്ടാതെ പോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാ. അങ്ങനെയാണെങ്കിൽ ഒരു ജനതയെ അതിന് ഇല്ലാത്ത രീതിയിൽ മാറ്റിക്കളഞ്ഞ പൈശാചിക ശക്തി. 1 അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ. നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക്
വേഗം അറിയുന്നത് കൊണ്ട് ആ ഞാൻ ആശ്ചര്യപ്പെടുന്നു. നടത്തത് അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അടുത്തത്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, നോട്ട് ദ പോയിന്റ്, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശാപിക്കപ്പെട്ടവൻ. വിശുദ്ധ വേദപുസ്തകത്തിനകത്തില്ലാത്തത് അവൻ ഞാനൊരു വെളിച്ചം കണ്ടിട്ട് പറയാണെന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ അംഗീകരിക്കരുത്. കാരണം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് ഇറങ്ങി പറഞ്ഞാൽ പോലും വേദപുസ്തകത്തെ ട്വിസ്റ്റ് ചെയ്യുവാൻ അവൻ സ്തോത്രം ഓരോരുത്തരും അധികാരമില്ലെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചപ്പോ അവൻ ഇന്നലെ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോ ഞാനൊരു വെളിച്ചം കണ്ടു, ഇതാ ഞാൻ എഴുതുന്നെന്ന് പറഞ്ഞ് എഴുതിയിട്ട് മറ്റൊരു പഠിപ്പിക്കലുമായിട്ട് കടന്നു വരുമ്പോ ആ പഠിപ്പിക്കലിനെതിരെ അവൻ സ്തോത്രം ബുദ്ധി ഉപദേശിപ്പിച്ച് ജനത്തെ കൂട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന സകല അവൻ സ്തോത്രം പേക്കൂത്തുകൾക്കെതിരെയും ഇന്ന് പകൽക്കാലം അവൻ ന്യൂനപക്ഷമായി നിൽക്കുന്ന ദൈവത്തിന്റെ സഭയാകുന്ന മണവാട്ടിയായി നിൽക്കുന്ന ഓരോ ദൈവ മക്കളും അവൻ സ്വന്തം പ്രാർത്ഥനയാൽ ജയമെടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. പറയുന്നു, തിന്മയെ നന്മയായി തോന്നിപ്പിക്കുന്ന സുവിശേഷം, ഇരുട്ടിനെ വെളിച്ചമായി തോന്നിപ്പിക്കുന്ന സുവിശേഷം, കയ്പിനെ മധുരമാക്കി തോന്നിപ്പിക്കുന്ന സുവിശേഷം. ഇന്ന് പകൽക്കാലം പാരമ്പര്യ കൂടുവിട്ട് വാ പ്രിയപ്പെട്ടവരെ, സ്ഥാനമാന കൂടുവിട്ട് വാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശുവിന്റെ നല്ല സുവിശേഷം പറയുവാൻ നല്ല ഭടന്മാരായി വാ പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനത്തിന് വ്യാപരിക്കട്ടെ. ഇവരെ വേട്ടയാടുന്ന എല്ലാ അൺക്ലീൻ തോട്ട്സുകള്, ഇവരെ വേട്ടയാടുന്ന എല്ലാ ദുഷ്ട സ്പിരിറ്റുകള് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ വിട്ട് ഓടിപ്പോകട്ടെ, വിട്ടുമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സഭ ഒരുമിച്ച് കൽപ്പിക്കുകയാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. തലമുറകൾക്ക് മുമ്പിൽ തലയ്ക്ക് മുമ്പിൽ വട്ടമിട്ട് പറക്കുന്ന പൈശാചിക പോവരുകൾ, അവരെ വേട്ടയാടുന്ന ദുഷ്ടന്റെ സേനകൾ, അവന്റെ സകല സ്പിരിറ്റുകള്, എല്ലാ ദുഷ്ട ശക്തികള് ഇന്ന് പകൽക്കാലം വിട്ടുമാറട്ടെ. കർത്താവേ, ഈ പ്രിയ ജനത്തെ കർത്താവിന്റെ കരത്തിലേക്ക് തരുന്ന കർത്താവേ, ഈ കർത്താവിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് കേട്ട വചനം ഇവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടണമേ കർത്താവേ. ശത്രു ഒരുക്കുന്ന സകല വഴികളെയും തിരിച്ചറിഞ്ഞ്, തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നവരായി കൃപയാൽ ഇവരെ നിർത്തണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവപ്രവൃത്തി ഇവരുടെ മേൽ വെളിപ്പെടണമേ കർത്താവേ. കർത്താവേ സ്തോത്രം. അവൻ ഈ വചനം ഇവരുടെ ഹൃദയത്തിൽ ഓരോ നിമിഷവും അവൻ ഓർമ്മയിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. മറ്റെന്തു മറന്നുപോയാലും വചനം മറക്കാതിരിക്കട്ടെ കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സകല മാനവ മഹത്വം യേശു കർത്താവിന്. ഞാനോ കുറയണം, അങ്ങോ വളരണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.